റഫ ആക്രമണത്തിന് മുന്നോടിയായി പട്ടണത്തിന്റെ കിഴക്കൻ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞുപോകാൻ ജനങ്ങളോട് ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടതിന് പിന്നാലെ ഈജിപ്തും ഖത്തറും ചേർന്ന് തയ്യാറാക്കിയ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചതായി ഹമാസ് അറിയിച്ചു. ഹമാസിന്റെ വ്യവസ്ഥകൾ ഇസ്രായേൽ മുന്നോട്ട് വെച്ചതിൽ നിന്ന് ഏറെ മാറ്റമുള്ളതാണെങ്കിലും മധ്യസ്ഥരുമായി ചർച്ചയ്ക്ക് സംഘത്തെ അയക്കുമെന്ന് പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും പറഞ്ഞതോടെ സമാധാന പ്രതീക്ഷ ഉയർന്നു. അതേസമയം ബന്ദികളെ വിട്ടയക്കുന്നതിന് ഹമാസിൽ സമ്മർദ്ദം ചെലുത്താനായി സൈനിക നടപടി തുടരുമെന്നും നെതന്യാഹു പറഞ്ഞു. വെടിനിർത്തലിന് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹാനിയാണ് സമ്മതം അറിയിച്ചത്. പിന്നാലെ ഗാസയിൽ ജനങ്ങൾ ആഘോഷം തുടങ്ങി. 42 ദിവസം വീതമുള്ള 3 ഘട്ട പാക്കേജാണ് മുന്നോട്ട് വെച്ചതെന്ന് ഗാസയിലെ ഹമാസ് ഉപമേധാവി പറഞ്ഞു. ആദ്യഘട്ടത്തിൽ വെടിനിർത്തൽ, 2ാം ഘട്ടത്തിൽ ഇസ്രായേൽ സേനാ പിന്മാറ്റം, 3ാം ഘട്ടത്തിൽ ബന്ദികളുടെയും തടവുകാരുടെയും കൈമാറ്റം എന്നാണ് നിർദ്ദേശം. 10 ലക്ഷത്തിലേറെ പലസ്തീൻകാരാണ് റാഫയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഉള്ളത്. 20 കിലോമീറ്റർ അകലെയുള്ള അഭയകേന്ദ്രത്തിലേക്ക് നീങ്ങാനാണ് സൈന്യത്തിന്റെ അറിയിപ്പ്. പെരുമഴയിലും ജനം പലായനം തുടങ്ങി. ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിന് 7 മാസം പൂർത്തിയാകുമ്പോൾ ആകെ മരണം 34,735ആയി. 78,108 പേർക്കാണ് പരിക്കേറ്റത്. അതിനിടെ വടക്കൻ ഇസ്രായേൽ തെക്കൻ ലെബനൻ അതിർത്തിയിൽ ഹിസ്ബുല്ലയും ഇസ്രായേൽ സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായി. കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ കെരം ശലോമിൽ ഹമാസ് നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ എണ്ണം 4ആയി. സ്ഥിരമായി വെടിനിർത്തൽ ഉൾപ്പെടെ 3 ഘട്ടങ്ങളാണ് ഈജിപ്തും ഖത്തറും മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശത്തിൽ ഉൾപ്പെടുന്നത്. ഓരോന്നും 42 ദിവസം വീതം ദൈർഘ്യമുണ്ടായിരിക്കുമെന്നും ഹമാസ് നേതാവ് ഖലീൽ ഹയ്യ മാധ്യമങ്ങളോട് പറഞ്ഞു. വടക്കൻ ഗാസയെയും തെക്കൻ ഗാസയെയും വിഭജിക്കുന്ന തരത്തിൽ ഇസ്രായേൽ നിർമ്മിച്ച നെറ്റ്സാരിം ഇടനാഴിയിൽ നിന്ന് ഇസ്രായേൽ സേന പിൻവാങ്ങണമെന്നതാണ് ആദ്യഘട്ടം. കുടിയൊഴിപ്പിക്കപ്പെട്ട ഫലസ്തീനികളെ അവരവരുടെ വീടുകളിലേക്ക് തിരികെ കൊണ്ടുവരുന്നതും ഗാസയിലേക്ക് മാനുഷിക സഹായവും ഇന്ധനവും ദുരിതാശ്വാസ സാമഗ്രികളും എത്തിക്കുന്നതിനും ഈ ഘട്ടത്തിൽ അനുമതി നൽകും. ഹമാസ് തടവിലാക്കിയ ഇസ്രായേൽ സ്ത്രീകളെ വിട്ടയക്കും. ഓരോ ബന്ദിക്കും പകരം 50 ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കും. 2ാം ഘട്ടത്തിൽ പുരുഷബന്ദികളെയും മോചിപ്പിക്കും. ഇവർക്ക് പകരം വിട്ടയക്കുന്ന തടവുകാരുടെ എണ്ണം നിശ്ചയിച്ചിട്ടില്ല. ഈ ഘട്ടത്തിൽ ഇരുപക്ഷത്തും സൈനിക നടപടികൾ സ്ഥിരമായി അവസാനിപ്പിക്കും. തുടർന്ന് ഗാസയിൽ നിന്ന് ഇസ്രായേൽ സേനയെ പൂർണ്ണമായും പിൻവലിക്കും. 3ാം ഘട്ടത്തിൽ ഗാസയ്ക്കെതിരായ ഉപരോധം അവസാനിപ്പിക്കുന്നതും പുനർനിർമ്മാണ പദ്ധതി നടപ്പാക്കുന്നതും ഉൾപ്പെടെയുള്ള വ്യവസ്ഥകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം ആദ്യം നടന്ന സമാധാന ചർച്ച പരാജയപ്പെട്ടിരുന്നു. 2 ചർച്ചകൾക്കും ഇസ്രായേൽ പ്രതിനിധികളെ അയച്ചിരുന്നില്ല. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.